ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ തേങ്ങയും നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് തയ്യാറാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പീൻ്റെ പേരെന്താണെന്നറിയോ? ബനാന കോക്കനട്ട് ബോൾസ്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ബനാന കോക്കനട്ട് ബോൾസ് തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. 1 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. വെള്ളമൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്താൽ മതിയാകും. 1 മുട്ട വേണം. കാഷ്നട്ട് കിസ്മിസ് 2 ഏലക്കായ ചതച്ചത്. കാഷ്നട്ടും കിസ്മിസും ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. 1 കപ്പ് തേങ്ങ ചിരവിയത്. ആദ്യം നമുക്ക് ബനാനയും കോക്കനട്ടും കൂടെ വെച്ചിട്ട് കുറച്ച് ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉടച്ചു വെച്ച നേന്ത്രപ്പഴത്തിലേക്ക് തേങ്ങയും പഞ്ചസാരയും കാഷ്നട്ട് കിസ്മിസ് ഏലക്കായ ചതച്ചത് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ പഴമൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 കൈയിലേക്കും ഓയിൽ നമുക്ക് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തയ്യാറായ മിക്സിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ബാറ്റർ റെഡിയാക്കലാണ്. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്ത പച്ചരിയും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും 1 മുട്ടയും പിന്നെ അരക്കാൻ പാകത്തിന് 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബോൾസും ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഓരോ ബോൾസും ബാറ്ററിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പഴമൊക്കെ ആദ്യമേ വേവിച്ചെടുത്തത് കൊണ്ട് അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബനാന കോക്കനട്ട് ബോൾസ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും.
അങ്ങനെ ബനാന കോക്കനട്ട് ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മൈദ ചേർക്കാതെ പകരം പച്ചരിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള വേറൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്